ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി പറയുകയാണ്, അതേ ആൻറ്റി, എൻ്റെ ഇളയച്ചൻ വരാൻ പോവാ. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ചന്ദ്ര മോള് സത്യമാണോ? ഇളയച്ചൻ വരാൻ പോവാ. ഇളയച്ചൻ എന്നെ വിളിച്ചായിരുന്നു. ഇളയച്ചൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോ? എങ്കിൽ പിന്നെ ശ്രുതി, ഞാൻ പോയി എയർപോർട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാം. അല്ലേ അമ്മേ? ആ അതെ അതെ അതെ, മോൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരണം. എന്നാലേ എന്നാലേ അദ്ദേഹത്തിന് മോനോടൊരു സ്നേഹമൊക്കെ കാണത്തുള്ളൂ, അല്ലേ ശ്രുതി? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പെട്ടുപോയത്. ശ്രുതി പറഞ്ഞു, അത് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇളയച്ചൻ വരുന്നത് അങ്ങ് നാട്ടിലേക്കാ. നമ്മള് ഇനി പൊങ്കലിന് അച്ഛമ്മയുടെ അടുത്ത് പോവാണല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. അയ്യോ, അപ്പം വഴിയൊക്കെ അത് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. ലൊക്കേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി വരാമല്ലോ. അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത്, എങ്കിൽ പിന്നെ ആ നമ്പർ ഇങ്ങോട്ട് താ, ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തോളാന്നേ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാ, ഓ നിന്റെ വല്യച്ഛൻ വരൂലോ. വല്യച്ഛനല്ല, സോറി, ഇളയച്ചനാട്ടോ. ഇളയച്ചൻ വരൂലോ, അത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പൊ സച്ചിയുടെ വായടപ്പിക്കാൻ പറ്റൂലോ. അവൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് ആരുമില്ല. ഇപ്പൊ വരട്ടെ. വരും വരും വരൂ ആൻറ്റി, വരും. കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അച്ഛനെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാര്യമായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞത് തട്ടിന്റെ കാര്യമല്ലേ? എനിക്ക് മനസ്സിലായി. തട്ടൊക്കെ ഒരുപാട് കൊണ്ടുവരുമായിരിക്കും. മോനെ സുധി, നിന്റെ നല്ല സമയത്തേലും ഞാൻ കൂട്ടിക്കൊണ്ടാ മതി. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രൻ വന്നതും, എന്താ ചന്ദ്രൻ നീ വിചാരിച്ചതുപോലെ? അത് പിന്നെ ഇളയച്ചൻ വരാൻ പോവാ. ഇളയച്ചനോ? ആരുടെ ഇളയച്ചൻ? ശ്രുതിയുടെ ഇളയച്ചൻ. അതിന് ശ്രുതിക്ക് ഇളയച്ചനുണ്ടോ? ആ, ഇളയച്ചനുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം വിളിച്ചപ്പോൾ എന്നോട് സംസാരിച്ചല്ലോ. നിങ്ങൾക്കറിയില്ല, എന്നോട് സംസാരിച്ചായിരുന്നു. ഏതായാലും അവളുടെ ഇളയച്ചനെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആണോ മോളെ? ശരിയാണോ? മോളുടെ ഇളയച്ചൻ വരാൻ പോവാണോ? അതെ അതെ അങ്കിളെ, എൻ്റെ ഇളയച്ചൻ വരാൻ പോവാ. എൻ്റെ ഇളയച്ചനെ നാട്ടിലേക്ക് വരുന്നാ പറഞ്ഞത്. നാട്ടിലേക്കോ? അതെന്താ ഇങ്ങോട്ടേക്ക് വന്നാല്? അല്ല, നമ്മൾ പൊങ്കലിന് എല്ലാവരും കൂടി നാട്ടിലേക്ക് പോവാണല്ലോ. അപ്പൊ ഇളയച്ചനോട് പറഞ്ഞപ്പം ഇളയച്ചൻ പറഞ്ഞു, ഇളയച്ചൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന്. ഓഹോ, അങ്ങനെയാണല്ലേ? ആ അതേന്നേ. പിന്നെ ഇവളുടെ ഇളയച്ചനുണ്ടല്ലോ ലണ്ടനിലെങ്ങാണ്ട. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, അതേ ശ്രുതി, ലണ്ടൻ അല്ലല്ലോ, ജർമ്മൻ അല്ലേ? അപ്പം ശ്രുതി പറഞ്ഞു, അത് പിന്നെ ലണ്ടനിലും ജർമ്മനിലും ഒക്കെ മാറി മാറി ബിസിനസ്സിന്റെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ പോകും. ഓഹോ, അങ്ങനെയാണല്ലേ? ഏതായാലും മോളുടെ ഇളയച്ചൻ വരട്ടെ. പക്ഷെ അച്ഛൻ വരുന്നതായിരുന്നു നല്ലത്. മോളുടെ അച്ഛൻ വരുന്നത് കാത്താ ഞാനിരുന്നത്. അത് പിന്നെ പറഞ്ഞല്ലോ, അച്ഛന് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കില്ല അങ്കിളെ, അതുകൊണ്ട് അച്ഛൻ വരാത്തത്. ഇനി സാരമില്ല, ഏതായാലും നിന്റെ ഇളയച്ചൻ വരൂലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് സ്വപ്നമായി, ഇനിയിപ്പം തട്ടിൽ എന്തൊക്കെ കാണും. അങ്ങോട്ട് കോരി തരിക്കാണ് നിന്ന്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പായ്ക്ക് ചെയ്യാണ് കേട്ടോ, ശ്രുതിയും ശ്രുതിയും കൂടെ. അങ്ങനെ നമ്മുടെ ശ്രുതി എന്തൊക്കെയോ നോക്കാണ് പെട്ടിക്കകത്ത്. അപ്പം പറഞ്ഞു, അതെ ശ്രുതി, നീ എവിടെയാ പോയി കിടക്കുന്നത്? നീ ഇങ്ങ് വന്നേ. ഇതിനകത്ത് ഒരു സെറ്റർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തിയേ ആ സെറ്റർ കാണുന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ എടുത്തു വെച്ചില്ല. അല്ല, ശ്രുതി എടുത്തു വെച്ചോ? അപ്പൊ നീ എടുത്തു വെച്ചില്ലേ ശ്രുതി? അത് പിന്നെ ഞാൻ തിരക്കില്ലല്ലേ, ശ്രുതിക്ക് എടുത്തു വെച്ചൂടെ? ഓഹോ, ഞാൻ എടുത്തു വെക്കാനോ? എല്ലാത്തിനും എൻ്റെ കൈ ഓടണം, അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ രേവതിനെ സച്ചിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ രേവതിയുടെ സച്ചിയുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി വരിക. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിക്കുക, അതെ സച്ചേട്ട, അച്ചമ്മയ്ക്ക് പിന്നെ അവിടുത്തെ ചേച്ചിക്ക് ഒരു സാരി മേടിച്ചില്ലേ, അത് എടുത്തായിരുന്നോ? അയ്യോ, ഞാനത് മറന്നുപോയി. നീ ചെന്ന് എടുത്തിട്ട് വാ. മറക്കും, എനിക്കറിയാം എന്നൊക്കെ പറയാം. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ അശോകനെ വിളിച്ച് പറയാണ് കേട്ടോ, അതേ അശോക, ഞങ്ങളെ അമ്മയുടെ അടുത്തേക്ക് പോവാ, നാട്ടിൽ പോവാണ് കേട്ടോ. പൊങ്കൽ കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. കുറെ ദിവസമായില്ലേ അങ്ങോട്ടേക്ക് പോയിട്ട്. ഞങ്ങൾ കുടുംബം ഒന്നാകെ പോവുക, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്ര ഇതിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാരും ഭയങ്കര സന്തോഷത്തില. അപ്പൊ ചന്ദ്ര, നല്ല സന്തോഷം, ദുബായ്ക്ക് ടൂർ പോവല്ലേ ചെയ്യുന്നത്, പോകുന്നത് ഒരു പട്ടിക്കാട്ടിലേക്ക്. ഇത് നമ്മുടെ സച്ചി കേട്ടു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വീണ്ടും ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു,
അച്ഛാ, അടുത്ത പൊങ്കലിന് നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. അമേരിക്കയിലേക്കോ? എന്തിന്? അല്ല, എന്റെ അമ്മയുടെ നാട് അവിടെയാണല്ലോ. ആ, അവിടെയാണല്ലോ എന്റെ അമ്മ വളർന്നത്. ഓ, കേട്ടല്ലോ, രാവിലെ തന്നെ തുടങ്ങി ഇവനെന്തിന് ഇപ്പൊ എന്നെ കളിയാക്കിയത്? അച്ഛാ, ഞാൻ പറയാം. നമ്മുടെ നാടിനോടെ അമ്മയ്ക്ക് പുച്ഛമാ. നമ്മുടെ നാട് പട്ടിക്കാടാണെന്നാ പറഞ്ഞത്. അങ്ങ് അമേരിക്ക പിറന്ന പോലെ സംസാരം. അപ്പൊ ചന്ദ്രൻ രവീന്ദ്രൻ പറഞ്ഞു, ദേ, നമ്മൾ പിറന്ന നാടിനെ കുറിച്ച് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ അച്ഛൻ്റെ അമ്മനെ കുറിച്ച് കുറ്റം പറയോ? അതുപോലെ തന്നെയാ. അത് പിന്നെ ഞാൻ ആ നാട്ടിലല്ലേ പറഞ്ഞത്, നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത്. നിന്നെയൊന്നും പറഞ്ഞിട്ടെ ഒരു കാര്യമില്ല. വിവരമില്ലായ്മ അല്ലാതെ പിന്നെ എന്താ പറയുക. ഹാ, ഇനിയിപ്പം ഞാൻ എന്തിനാ ഈ സമയത്ത് വഴക്കുണ്ടാക്കുന്നത്? അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയും വന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല ശ്രുതി, നിന്റെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ടോ? ആ, ഇളയച്ചൻ ബസ് കയറി. ഏ, ബസ്സോ എന്നിങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും സച്ചിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, ബസ് കയറിയെന്നോ? അതെന്താ മോളെ? അത് പിന്നെ ബസ് കയറിയത് മലേഷ്യയിൽ നിന്നല്ല. അത് ബസ് കയറിയതേ എയർപോർട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ബസ്സിൽ പോകണമല്ലോ. ഫ്ലൈറ്റ് ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ, എയർപോർട്ടിൽ ചെല്ലണമെങ്കിൽ. മനസ്സിലായോ? ഓ ഓ ഓ, മോള് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്ക് മനസ്സിലായില്ലേ? എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ നിന്ന്, സോറി, എയർപോർട്ടിലേക്ക് വരണമെങ്കിൽ ബസ് കയറി വരണമെന്ന്. അതാ മോള് പറഞ്ഞത്. അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. മനസ്സിലായി എന്നിങ്ങനെ പറയാണ്. സച്ചിയും രേവതിയും സുധിയൊക്കെ പെട്ടെന്ന് നമ്പരന്ന് പോയായിരുന്നു കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കാം, അല്ല, നമ്മുടെ ശ്രീകാന്തിനെയും വർഷനെ കാണുന്നില്ലല്ലോ, അവര് വരുന്നില്ലേ? അവര് റെഡിയായോ? അവര് റെഡിയായി കാണും, ഞാൻ ഇപ്പൊ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ് നമ്മുടെ ശ്രീകാന്തിന്റെ വർഷയുടെ റൂമിലേക്ക് ചന്ദ്ര. അങ്ങനെ വർഷയ്ക്കാണെങ്കിൽ ഒരു താല്പര്യമില്ല. അങ്ങനെ വർഷ ചോദിക്കുക, ശ്രീകാന്തെ, ഞാൻ വരണോ? ഞാൻ എന്തിനാ വെറുതെ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നത്? അതെന്നെ നീ അങ്ങനെ ചോദിച്ചത്? നമ്മൾ പോവാൻ റെഡി ആയില്ലേ? അത് പിന്നെ എനിക്ക് 2-3 സീരിയലിൽ ഡബ് ചെയ്യാനുണ്ട്. ഞാൻ 2 മനസ്സോടെ ആദ്യം വരാന്നൊക്കെ സമ്മതിച്ചത്. ശ്രീകാന്തെ, ഞാൻ വരണോ? ഞാൻ വന്നാൽ ശരിയാവോ? അതെ, നീ വന്നില്ലെങ്കിൽ നഷ്ടമാ വർഷേ. നീ ഇങ്ങനെ ഒരു ഗ്രാമം കണ്ടിട്ടുണ്ടാവില്ല. നിറയെ പച്ചപ്പുള്ള സുന്ദരമായ ഒരു ഗ്രാമം, കുന്നും വയലും തോടും നദികളും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ വർഷേ. അല്ല, എല്ലാ ഗ്രാമങ്ങളും സുന്ദരം തന്നെയാ. അതൊക്കെ ഞാൻ സിനിമകളിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട്, എനിക്കത് അറിയുകയും ചെയ്യാം. അത് പിന്നെ സിനിമയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുന്നത്. നിനക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഏതായാലും നമ്മുടെ ചന്ദ്ര ഇതെല്ലാം നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വർഷ പറയുന്നുണ്ട്, അത് പിന്നെ ഗ്രാമം നല്ലതായിരിക്കും, നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് നല്ലതായിരിക്കോ? അവിടെ സൗകര്യങ്ങളൊക്കെ കാണുമോ? എനിക്ക് അവിടെ കംഫർട്ടബിൾ ആവില്ല. ഞാൻ ഒരു 1 വീക്ക് എൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്താ വർഷം നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛമ്മ ചോദിച്ചപ്പം നീ വരാന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? നീ വന്നില്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് അത് ഭയങ്കര വിഷമായി പോലെ. നിനക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കും. ഒരു 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരാ. എനിക്കങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആകാത്ത പോലെ എനിക്ക് തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, നമ്മള് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൂരേക്കൊന്നും പോയിട്ടില്ലല്ലോ, കിട്ടിയ അവസരം എന്തിനാ നമ്മൾ വെറുതെ നശിപ്പിക്കുന്നത്? എനിക്ക് വരണമെന്ന് തോന്നുന്നേ ഇല്ല. എനിക്കാണെങ്കിൽ ഒരു മൂടേ ഇല്ല, പിന്നെ എങ്ങനെയാ ഞാൻ വരുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഇടിച്ചു കുത്തി കയറി ചെല്ലാണ് കേട്ടോ. ചന്ദ്ര അങ്ങ് ഇടിച്ചു കുത്തി കയറി ചെന്നിട്ട് പറഞ്ഞു, പക്ഷേ നീ എന്തായാലും വരണം. നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പുതു ജോഡികളാ, നിങ്ങൾ ഉറപ്പായിട്ട് വരണമെന്ന് അമ്മ പറഞ്ഞതല്ലേ, വന്നേ പറ്റൂ. വരാതിരുന്നാല് അത് നിന്റെ അച്ഛമ്മയ്ക്ക് വിഷമാവൂല്ലേ ശ്രീകാന്തെ? നീ പറഞ്ഞല്ലോ, നീ ഒരാഴ്ച നിന്റെ വീട്ടിലേക്ക് പോയി നിന്നോളാന്ന്. കല്യാണം കഴിഞ്ഞാലേ സ്വന്തം വീട്ടിലേക്ക് ആദ്യത്തെ തവണ പോകുമ്പോൾ ഭർത്താവും കൂടെ വേണം, തന്നെ പോകാൻ പാടില്ല. നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയുന്നറിയാമോ? പോയാൽ അങ്ങനെ ശരിയാവില്ല. അയ്യേ, ആളുകൾ അതും ഇതും പറഞ്ഞു നോർത്തണ്ട എന്താ ആന്റി പ്രശ്നം ഇരിക്കുന്നത്? ആളുകൾ എന്തെങ്കിലും പറയട്ടെ, അതൊന്നും സാരമില്ലെന്നേ. ആളുകൾ അതും ഇതുമൊക്കെ പറയും. ഞങ്ങൾക്കാ അതിന്റെ നാണക്കേട്. നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. മോക്ക് അതുപോലെ. ശരി ആന്റി, എന്നാ പിന്നെ ഞാൻ വരാം എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എല്ലാവരും റെഡി ആയിട്ടോ, നിങ്ങളെ വെയിറ്റ് ചെയ്താ അവിടെ എല്ലാവരും ഇരിക്കുന്നത്, പെട്ടെന്ന് റെഡി ആയിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രീകാന്തിന് സന്തോഷമായി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നമ്മുടെ ചന്ദ്രോദയത്തിൽ നിന്ന് കുറച്ച് ദിവസം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്, ആദ്യത്തെ എല്ലാവരും കൂടെ കൂടിയുള്ളൊരു യാത്രയാണ്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുക, ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോ അവിടെ എത്തിയതിനു ശേഷം അതെടുക്കാൻ മറന്നു ഇതെടുക്കാൻ മറന്നു എന്നൊന്നും പറയില്ല. അപ്പൊ സച്ചി പറഞ്ഞു, ഞങ്ങളൊന്നും മറന്നിട്ടില്ല, ഞങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അല്ല, ഈ ഓട്ടക്കാരനോട് ചോദിക്കുക, ചിലപ്പോ ഇവനെ ഈ ഓടുന്നതിന്റെ ഇടയിൽ എല്ലാം എടുക്കാൻ മറക്കും, സ്വാഭാവികമാണല്ലോ.
അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, കണ്ടില്ലേ അച്ഛ, കണ്ടില്ലേ, ദേ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ശ്രുതിനെ വെറുതെ വിടില്ല സച്ചി, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ഇളയച്ചൻ വരുമ്പം ഇളയച്ചന് മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ശരിയാവുന്നത്, അവരെന്താ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു, അല്ലെങ്കിലും ശരിയാ, ദേ ശ്രുതിമോളുടെ ഇളയച്ചൻ വരാൻ പോവാ, നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ സച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം ഇരിക്കുന്നത്, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പറയും. ചിലപ്പം ഇവളുടെ ഇളയച്ചനോട് ഇവൻ ഓടിപ്പോയ കഥയും ചാടിപ്പോയ കഥയും ഒക്കെ പറയും. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ദേ സച്ചി മിണ്ടാതിരുന്നേ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്, നീ എന്തിനാ എപ്പോഴും സുധിയുടെ മെക്കിട്ട് കയറുന്നത്, ദേ ഇപ്പൊ നമ്മൾ നല്ലൊരു യാത്രയ്ക്കാ പോകുന്നത് അച്ഛമ്മയുടെ അടുത്തേക്ക്, വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. അതുമല്ല ഇവളുടെ ഇളയച്ചൻ വരുമ്പം ഇവനെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നത് ഇവക്ക് ഇഷ്ടപ്പെടുവോ, അതുപോലെ അവരെന്ത് വിചാരിക്കും സച്ചി, ഞാൻ പറഞ്ഞു, ദേ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ ഈ കാര്യം ഇവിടെ ആവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത്, നീ സുധിയോട് മിണ്ടാൻ പോണ്ട, തീർന്നില്ല പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ സച്ചിയോട് പറയാണ്. സച്ചിക്ക് കലി വരുന്നുണ്ട് കേട്ടോ. സച്ചി രവീന്ദ്രൻ പറയുന്നതുകൊണ്ട് മാത്രം വേറെ മറുപടി ഒന്നും പറയുന്നില്ല. ഏതായാലും നമ്മുടെ മഹേഷും ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടി, കാരണം ഇവരുടെ ഒരു വണ്ടിക്ക് മാത്രം എല്ലാവരും പോകുമല്ലോ. അപ്പൊ മഹേഷും കൂടെ വരികയാണ്. അപ്പൊ മഹേഷ് ഒരു വണ്ടിയും കൊണ്ട് വന്നു. അപ്പൊ ഇവര് കാറിലേക്ക് കയറാൻ തുടങ്ങുക. നമ്മുടെ വർഷയാണെങ്കിൽ മഹേഷിന്റെ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതേ വർഷം മോൾ ഇവിടെ വന്ന് ഈ കാറിൽ കയറ്. ഞാൻ ആ കാറിൽ കയറില്ല, കാരണം പോകുന്ന ആ ഒരു സമയം വരെ എനിക്ക് സമാധാനം വേണം, എനിക്ക് വണ്ടി കിടന്ന് ചിലപ്പോൾ ഉറങ്ങണം, ഇതേക്ക് എറിയാൻ പറ്റുമോ, സച്ചേട്ടന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അതെനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അത് സാരമില്ല, ബാ നീ ഇങ്ങോട്ടേക്ക് വന്നേ, നീ ഇങ്ങോട്ടേക്ക് വന്ന് ഈ വണ്ടി കയറി, ഇല്ലെന്ന് പറഞ്ഞില്ല ഞാൻ ആ വണ്ടിയിലേക്ക് കയറാന്ന് പറഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു, പോ ആ വണ്ടിയിലേക്ക് കയറി പൊക്കോ, ദേ ഈ വണ്ടിയിലേക്ക് നിങ്ങൾ ആരും കയറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സ്വസ്ഥതയോടുകൂടി പൊക്കോളാന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എങ്കിൽ പിന്നെ മോൾ ആ വണ്ടിയിൽ കയറാം, ചന്ദ്ര നമുക്ക് ഈ വണ്ടിയിൽ കയറാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രയോട് പറയാം. അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ദേ ചന്ദ്രെ, ഈ സച്ചിയോട് പറഞ്ഞ കാര്യം തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അവിടെ ചെന്നിട്ട് നീ വാ തുറക്കാൻ പാടില്ല, നീ രേവതിയുടെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും രേവതിയുടെ ഓരോ കുറ്റങ്ങൾ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ദേ എന്റെ സ്വഭാവം ആകെപ്പാടെ മാറും, അറിയാലോ, നിന്നെയും സച്ചിനെ എനിക്ക് പേടി, വേറെ ആരെയും പേടിയില്ല, സ്വസ്ഥതയോടും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്, അവിടെ ചെന്ന് വെറുതെ സമാധാനക്കേട് ഉണ്ടാക്കരുതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചന്ദ്ര ഒന്ന് നിർത്തുന്നുണ്ടോ, മതി എനിക്കെല്ലാം മനസ്സിലായി, അത് പിന്നെ ശ്രുതി മോളെ വന്ന് ഈ വണ്ടി കയറിക്കേ, അത് പിന്നെ ആ വണ്ടിയിൽ കയറാനോ, ഞാൻ ആ വണ്ടിയിൽ എങ്ങനെയാ കയറുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാണ്, വേണ്ട ഞാനേ എൻ്റെ ഭാര്യനെ കൊണ്ട് എൻ്റെ ഈ വണ്ടി പൊക്കോളാം, അത് മതി, എന്തിനാ വെറുതെ ഈ വണ്ടി കയറിയിട്ട് എൻ്റെ ഭാര്യയുടെ ചെവിതല കേൾപ്പിക്കാതിരിക്കുന്നത്, അവൻ എന്തെങ്കിലുമൊക്കെ പറയും അറിയാലോ, അതുകൊണ്ട് ബാ നമുക്ക് ഈ വണ്ടി കയറിയാൽ മതി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വർഷയും ശ്രീകാന്ത് വണ്ടി കയറിയ വണ്ടിയിൽ തന്നെ നമ്മുടെ ശ്രുതിയും കയറുകയാണ്. പിന്നെ ചന്ദ്ര പോകുന്നത് സച്ചിയുടെ വണ്ടിയിൽ. അങ്ങനെ രേവതി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, സച്ചി രവീന്ദ്രന് പുറകിലാണ് ഇരിക്കുന്നത്. രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, നമ്മുടെ അച്ഛമ്മേനെ കാണാൻ പോകുന്നതിന്റെ എല്ലാ സന്തോഷവും മുഖത്ത് കാണാനുണ്ട്. സച്ചിക്ക് അതിലും വലിയ സന്തോഷമാണ്. അങ്ങനെ ഇവരിങ്ങനെ യാത്ര തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവര് യാത്ര പോകുന്നു. അതിനിടയിൽ നമ്മുടെ സച്ചിയും രേവതിയും ഭയങ്കര സംസാരമാണ്. ചന്ദ്രയ്ക്ക് അതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഫ്രണ്ടിൽ ഒന്നാത് നമ്മുടെ രേവതിയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ രേവതി ഇങ്ങനെ പൂക്കളും പുഴകളും കുന്നുകളും മലകളും ഒക്കെ കാണുമ്പോൾ ഹായ് അതെന്ത് രസം, ഹായ് ഇതെന്ത് രസം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അയ്യോ പിന്നെ ഇത് എന്തുമാത്രം രസമായിരിക്കുന്നത്, ഇത് കാണാൻ എന്താ ഇരിക്കുന്നത്, ഇവക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു അതിശയമാണ് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചന്ദ്ര പറയും, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, എനിക്ക് തലവേദനിക്കുക, ഏത് നേരം സംസാരിച്ചോണ്ടെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മയ്ക്ക് തലവേദനിക്കും, ഇനി തലവേദന കൂടാനേ ചാൻസ് ഉള്ളൂ, അല്ല അച്ഛന് തലവേദനയുണ്ടോ, എനിക്ക് എന്ത് തലവേദന, എന്റെ നാട്ടിൽ പോകുന്നതിന്റെ സന്തോഷമല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത്, ഇനിയിപ്പം ഇളയച്ചൻ വരാൻ പോവല്ലേ, ശ്രുതിയുടെ ഇളയച്ചൻ വന്നു കഴിയുമ്പോഴേ എന്തൊക്കെയായിരിക്കും കൊണ്ടുവരിക, ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുക, പിന്നെ ഒത്തിരി സാധനങ്ങൾ, അതെ ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വരുമ്പം അവരെ നന്നായിട്ട് സ്വീകരിക്കണം, നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, പനിനീരൊക്കെ തളിക്കണം, അദ്ദേഹത്തിന് വേണ്ടതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മൾ സച്ചി പറഞ്ഞു, അച്ഛാ വീടിനകത്തൊരു കുളമില്ലേ, ആ കുളത്തിലെ വെള്ളം വറ്റിച്ച് നമുക്കതില് പനിനീര് നിറച്ചാലോ, അല്ല ഈ ശ്രുതിയുടെ മലേഷ്യയിലെ ഇളയച്ചന് കുളിക്കാമല്ലോ, നമുക്ക് കുളിപ്പിച്ചെടുക്കാമല്ലോ, പനിനീര് തളിക്കലാക്കണ്ട, അപ്പൊ പനിനീര് കൊണ്ട് കുളിപ്പിച്ചെടുക്കാം നമുക്ക് മലേഷ്യക്കാരനെ, എന്താ വെച്ചാ നല്ല ഐഡിയ അല്ലേ. വീട്ടിലെ മരക്കട്ടിൽ മാറ്റണം, മലേഷ്യക്കാരന് കിടക്കാൻ ഒരു സ്വർണ്ണക്കട്ടിൽ മേടിക്കണം അല്ലേ,
അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത് രേവതി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രഞ്ഞ രവിയേട്ട അവൻ കളിയാക്കുന്നത് കണ്ടില്ലേ. അദ്ദേഹത്തിന്റെ മുമ്പില് ഇവൻ ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ മാനം പോകുന്നു ഓർത്താ മതി. എനിക്കറിയാം. അല്ല, അമ്മയല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടതൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്ന്. അപ്പൊ പിന്നെ ഇങ്ങനെയല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. എടാ സച്ചി, നീ മിണ്ടാതിരിക്കടാ, സംസാരിച്ചുകൊണ്ടിരിക്കാതെ നീ റോഡിൽ നോക്ക്, വണ്ടി ഓടിക്കാൻ വേണ്ടി രവീന്ദ്രൻ പറഞ്ഞു. അങ്ങനെ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി മുമ്പിലും ഒരു വണ്ടി പിറകിലും ആയിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇനിയിപ്പോ ഇളയച്ചൻ വന്നു കഴിഞ്ഞാൽ എന്താകും ഏതാവും എന്നൊന്നും അറിയില്ലല്ലോ. അത് പറ്റിയ ഇളയച്ചനാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിക്കുക, ശ്രുതി നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്, നിനക്കൊരു മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്തോ ഒരു ടെൻഷൻ പോലെ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, നിന്റെ ഇളയച്ചൻ വരൂലോ അല്ലേ? ആ, വരും, ഇളയച്ചൻ വരും. ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ മോർണിംഗ് വരും. ഏതായാലും നിന്റെ ഇളയച്ചൻ വന്നാ മതി. അപ്പോഴാണ് നമ്മുടെ വർഷ പറയുന്നത് ശ്രീകാന്തിനോട്, ശ്രീകാന്ത്, ഈ ഗ്രാമം ഈ സിനിമയെ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ. വലിയ കുന്നും വാട്ടർഫോൾസ് ഒക്കെ കാണും. ഇവിടെ അതൊന്നുമില്ലല്ലോ. ഇതിപ്പം എന്തോ വേറെ പോലെ തോന്നുക. അപ്പൊ നമ്മുടെ മഹേഷ് പറഞ്ഞു, അത് പിന്നെ സിനിമയിലൊക്കെ കുറെ ഗ്രാമത്തിൽ നിന്നും എടുത്ത പ്രദേശങ്ങളൊക്കെയാണ് ഒരു ഗ്രാമത്തിലെ പോലെ കാണിക്കുന്നത്. ഡബിങ് ജോലി ചെയ്യുന്ന വർഷയ്ക്ക് ഇതൊന്നും അറിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹേഷ് പറഞ്ഞു, ഇതാണ് ഒറിജിനൽ ഗ്രാമം. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛമ്മയുടെ വീടിനടുത്തുണ്ടല്ലോ ഇതിനേക്കാൾ മനോഹരമാ. പക്ഷേ നോക്കാം, കണ്ടിട്ട് ഞാൻ പറയാം എന്നിങ്ങനെ പറയാ. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിനെ വീണ്ടും കാണിക്കുക. ശ്രുതിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ, വിഷമമാണ് കേട്ടോ. അതിനിടയിലാണ് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നത്, അല്ല, മലേഷ്യയിലല്ലേ എടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്? അപ്പൊ പിന്നെ ഈ സ്ഥലമൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ലല്ലോ, ഇതുപോലെയുള്ള സ്ഥലം. അത് ശരിയാ, ഞാൻ കണ്ടിട്ടില്ലേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം വർഷ ചോദിക്കുക, അല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലം കംഫർട്ട് ആയിരിക്കുമല്ലോ അല്ലേ? അവിടെ വലിയ മുറികളൊക്കെയാണോ? അത് പിന്നെ അവിടെ വലിയ മുറിയൊക്കെയാ. പിന്നെ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അല്ലാതെ ഒത്തിരി വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നീ ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അവിടെ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ അടുത്തുള്ള ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്യും, നമുക്ക് അവിടെ താമസിക്കാം, അല്ലെങ്കിൽ നമുക്ക് തിരികെ പോകാം. അപ്പൊ മഹേഷ് പറഞ്ഞു, ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്റെ മോളെ, നീ പോകുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, ഇനി എത്ര ദൂരമുണ്ട് ചേട്ടാ വീട്ടിലേക്ക്? കണ്ണുമൂടി ഫോണിലൊരു 3-4 പാട്ട് കേൾക്കാം, അപ്പോഴത്തേക്കും ഗ്രാമം എത്തും. ഇപ്പൊ തന്നെ എത്തുന്നാ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ, ആണോ, എങ്കിൽ പിന്നെ 2 പാട്ടൊക്കെ കേൾക്കാന്ന് പറഞ്ഞിരിക്കുക. ഈ സമയത്താണ് അച്ഛമ്മ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ കാണുന്നില്ലല്ലോ നമ്മുടെ മക്കളെ ഒന്നും, കൊച്ചുമക്കളെയും മകനെയും മരുമകളെയും ഒന്നും കാണുന്നില്ല. അതിന്റെ വിഷമത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇനിയിപ്പോ അവര് വരുവോ ഇല്ലയോ എന്നൊക്കെ ആ ഒരു രീതിയിലാണ് അച്ഛമ്മേനെ കാണിക്കുന്നത്. അങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ കടന്നു വരുന്നത് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ കടന്നു വരികയാണ്. ഇത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ അവിടെ ഒരു വേലക്കാരി ഉണ്ടല്ലോ, പെട്ടെന്ന് വന്നിട്ട്, ഇത് എന്ത് പറ്റി, ഇത് എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പൊ അച്ഛമ്മയ്ക്ക് തോന്നിയതാട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുന്ന കാര്യം. ഇപ്പൊ പെട്ടെന്ന് തന്നെ അച്ഛമ്മയുടെ മുഖം അങ്ങോട്ട് മാറി. അപ്പൊ ഈ നനച്ചിരിക്കുന്നവനെ, കാത്തിരിക്കുന്നവനെ കണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എന്താട്ടൊരു പഴഞ്ചൊല്ല് പറയൂല്ലോ, നമ്മള് എപ്പോഴും നോക്കിയിരിക്കുന്നവനെ ഇങ്ങനെ തന്നെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയാ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയായി പോയിട്ടോ നമ്മുടെ അച്ഛമ്മയ്ക്ക്. ഏതായാലും അച്ഛമ്മ ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുക. അപ്പോഴത്തേക്കും ആണെങ്കിൽ അവിടുത്തെ ആ ഒരു വേലക്കാരി അമ്മയുണ്ടല്ലോ, ആ അമ്മ വന്നിട്ട് പറഞ്ഞു, എന്തിനാ വെറുതെ ഇപ്പോഴേ ഇവിടെ നോക്കിയിരിക്കുന്നത്, അവര് വരുമെന്ന് പറഞ്ഞായിരുന്നോ? ചുമ്മാ ഇവിടെ വന്നിരുന്ന് ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യത്തില് നനച്ചിരിക്കുന്നത് പോലെയല്ല, സത്യത്തില് യാഥാർത്ഥ്യമായിട്ട് 2 കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ആ 2 കാറിലും ആരാണ്? കൊച്ചുമക്കളും അതുപോലെ തന്നെ നമ്മുടെ മകനും മരുമകളും ഒക്കെ. ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അച്ചമ്മയ്ക്ക്. അങ്ങനെ ഇവര് വരുന്നത് കണ്ട ആ ഒരു സീന് കാണിച്ച് മുത്തശ്ശി സന്തോഷത്തോടു കൂടി, അച്ഛമ്മ സന്തോഷത്തോടെ നിൽക്കുന്ന സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.